എറണാകുളത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ അഴിമതിയാണ് ആർമി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് നടന്നത്. നിർമ്മാണം അതിഭീകരമായ 200 കോടി രൂപ ചെലവിട്ട് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ കാലത്ത് ദുരുപയോഗിച്ചു എന്നുള്ളതാണ്. കോടതി ഇടപെട്ട് എല്ലാം പൊളിക്കാൻ പറഞ്ഞു, പുനർനിർമ്മിച്ചു കൊടുക്കാനും. യെസ്, അമൽനാഥ് പാടിച്ചാൽ. അമലെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊച്ചിയിലാണ് നിൽക്കുന്നതെന്ന് ആ ഫ്രെയിം കൊണ്ട് തന്നെ മനസ്സിലായി അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ്, ഫ്ലാറ്റ് പൊളിക്കുവോ? ഇതിപ്പോ എങ്ങനെയാ പൊളിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. ബോംബ് വെച്ചാണോ? ശരത്, തീർച്ചയായും അത്തരത്തിലുള്ള ആലോചനകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ ഫ്ലാറ്റ് പൊളിക്കാനും അത് പുനർനിർമ്മിച്ചു നൽകുവാനും വേണ്ടിയുള്ള ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ ഒരു സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ അതിൻ്റെ ആലോചനാ യോഗം നടത്തിയിരുന്നു. ഈ ഒരു ആലോചനാ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം 3 ഘട്ടങ്ങളായി ഈ ഫ്ലാറ്റ് പൊളിക്കാം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ പറയുന്നത് ഈ ഫ്ലാറ്റിലെ നിലവിലെ താമസക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 2ാം ഘട്ടത്തിൽ ഈ ഫ്ലാറ്റ് പൊളിക്കും. 3ാം ഘട്ടത്തിൽ ഈ ഫ്ലാറ്റ് പുനർനിർമ്മിച്ചു നൽകും. അതേസമയം തന്നെ ഈ ഫ്ലാറ്റിലുള്ളവരെ അവിടെ നിന്നും മാറ്റുമ്പോൾ അവർക്ക് പിന്നീട് താമസിക്കാനുള്ള വാടക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതിലേക്കൊന്നും ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. ആ തീരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2ാം ഘട്ടം പരിശോധിക്കുമ്പോൾ ആ ഫ്ലാറ്റ് പൊളിച്ചു നീക്കുകയാണ്. അതെങ്ങനെ പൊളിക്കണം എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ശരത്ത് ചോദിച്ചതുപോലെ തന്നെ മരട് ഫ്ലാറ്റ് പൊളിച്ചതിന് സമാനമായ രീതിയിലാണോ അത് പൊളിച്ചു നീക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ആ ടീമിനെ തന്നെ ഇവിടെ എത്തിക്കേണ്ടതുണ്ടോ? അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ടോ? അപ്പൊ തന്നെ ഏതായാലും അതൊക്കെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോകുകയാണ്. അതിന്റെ ഒരു ഘട്ടമാണ് എന്നാണ് അമൽ ഇപ്പോൾ പുനർനിർമ്മിക്കും. യെസ്, താങ്ക് യു. ശരി.